ആരാ അവിടെ? ഇത് ഞാനാണ്, ശിപ്പായിയാണ്. ആ, അത് ശരി, ഇങ്ങളായിരുന്നോ? ബിയാത്തു പെട്ടെന്ന് വാതിൽ തുറന്നു. ആ ആ ആ ശിപ്പായിയാണോ? കത്താണല്ലേ? അതെ, ഇത് ഇങ്ങക്കുള്ള കത്തല്ല, ഇങ്ങളെ മരോള് റസിയാക്കുള്ള കത്താണ്. ശിപ്പായി, ആ കത്ത് ഇങ്ങോട്ട് തന്നേക്ക്. അതെ, എൻ്റെ മോന് ഹനീഫ് അയച്ച കത്താണത്, ഇങ്ങോട്ട് കൊണ്ടാ. അതെ, ഇത് നിങ്ങളെ കയ്യിൽ തന്നാൽ അങ്ങനെ ശരിയാവുമോ? അത് നിങ്ങളെ മരുമക്കൾക്കുള്ള കത്തായിരിക്കും. പിന്നെ പൊന്നാര ബിയാത്തുമ്മ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മരുക്കൾക്കുള്ള കത്ത് ഓല കയ്യിലാണ് കൊടുക്കാൻ പാടുള്ളൂ. അമ്മമാരെ കയ്യിൽ കൊടുത്താലേ അതെങ്ങനെ ശരിയാവുമോ? നിങ്ങളിങ്ങോട്ട് കാട്ടിക്കാണി ആ കത്ത്. അതെ, എൻ്റെ മോൻ ഹനീഫ് അയച്ച കത്താണ്, ഇങ്ങോട്ട് തരി. ഇങ്ങളെ മോനെ ഹനീഫ് അയച്ചതാണെങ്കിലും ഇത് റസിയാൻ്റെ പേരിലുള്ള കത്താണ്. ഇത് റസിയാണ് ഇതിൻ്റെ അഡ്രസ്സ്. കണ്ടോ? ഇത് റസിയാക്കുള്ള കത്താണ്. നിങ്ങൾ റസിയാക്ക് കൊടുക്കി. പെട്ടെന്ന് ശബ്ദം കേട്ടുകാണ്ട് അതാ ഉമ്മറത്തേക്ക് റസിയ ഓടിയെത്തി. ഉമ്മ, ആ കത്തിങ്ങ് തന്നേക്ക്, അതെനിക്കുള്ള കത്താണ്. എനിക്കുള്ളൊരു കത്ത്. പിന്നെ എൻ്റെ മോന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് അയക്കണ കത്ത് മുഴുവൻ അനക്കാന്ന് എൻ്റെ വിചാരം. ഇത് എന്നാടി ഈ വീട്ടിലേക്ക് കയറി വന്നത്? ഞാൻ പെറ്റി പോറ്റി വലുതാക്കി ഉണ്ടാക്കിയ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മോനാണ്. ഓൻ അയക്കണ കത്ത് അനക്കുള്ളത് അല്ലേ? ഉമ്മ, അതെനിക്കുള്ളതായിരിക്കും, ഉമ്മാക്കുള്ളതും ഉണ്ടാകും. ആ, നോക്കട്ടെ, ഇതിൽ ഒന്നും കൂടി ഉണ്ട് തോന്നുന്നുണ്ട് ഇങ്ങോട്ടുള്ള കത്ത്. ആ, ബിയാത്തു. ആ, ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള കത്താണ്. ഇതാണ് ബിയാത്തുമ്മക്കുള്ള കത്ത്. ഇത് റസിയാക്കുള്ളത്. പിന്നെ റസിയാക്കുള്ള കത്ത് കുറച്ച് കട്ടിങ്ങാനും കൂടുതലുണ്ടല്ലോ ബിയാത്തുമ്മ. അത് പറയുമ്പോൾ എന്താ ബിയാത്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ഓലും തന്നെ കല്യാണം കഴിഞ്ഞ് കൂടെ താമസിച്ചിട്ട് പോലും 1-2 മാസം നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയ ആളുകളാണ്. ഓൾക്ക് പിന്നെ കട്ടിങ്ങാനുള്ള കത്ത് ഉണ്ടാവൂലേ? ഓൾക്ക് എന്തൊക്കെ പരിഭവങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എഴുതാനുണ്ടാവും. കട്ടിങ്ങാനുള്ള കത്ത് ഓൾക്ക് ഉള്ള സ്ത്രീധനം മുഴുവൻ തന്നിട്ടില്ല പറഞ്ഞേ. എന്താന്നില്ലേ ഓൻ്റെ പണി തന്നെയത്, വേറൊന്നുമല്ല. ഞാൻ നിങ്ങളെ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നതല്ല. ബിയാത്തൂനുള്ള കത്ത് ഇതാണ്. ഇത് റസിയാക്കുള്ള കത്ത്. റസിയാക്കുള്ള കത്ത് കുറച്ച് കട്ടിങ്ങാനും കൂടിയെന്ന് വിചാരിച്ചു കണ്ടിച്ച് ഒന്നും വിചാരിക്കണ്ട. കാരണം എന്താ? അതെ, ഒരു ഭാര്യയും ഭർത്താവുമാണ്. അതെൻ്റെ മകനാണ്. അല്ലെങ്കിലും പെറ്റി പോറ്റി വലുതാക്കി ഉണ്ടാക്കിയ ഉമ്മാർക്ക് ചെറിയ കത്തായിരിക്കും. കട്ടിങ്ങാനുള്ളത് ഓൾക്കും. അല്ലെങ്കിൽ ഓലോട് നീക്കാരം കുറച്ച് മുഹബത്ത് കൂടുതൽ. ഞമ്മളൊക്കെ വെറും കറിവേപ്പില മാതിരിയാണ്. ബിയാത്തുവോ, ഞാനൊരു പോസ്റ്റ്മാനെന്നുള്ള നിലക്ക് ഞാൻ ഈ ഒരു കാര്യം പറയണം. ഇവിടെ ഒരു കുടുംബകലഹത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ബാധ്യത ചെയ്തത് ഒപ്പിട്ടുള്ളൂ ഇതിൽ. നിങ്ങളെ കത്ത് കിട്ടിയിരിക്കണമെന്നുള്ളത്. ശിപ്പായിയെ, പൈസ വല്ലത് അയച്ചിക്കണോനെ? ഇക്കുറി പൈസ അല്ല. പൈസ അയച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് ആയിട്ടില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ പോയിട്ട് അതിനകത്ത് ആയിട്ടില്ല. ആ, അതൊക്കെ വന്നോളൂ. അതൊന്നും പറയാൻ പറ്റൂല. ഓള് കത്തിൽ പൈസ എങ്ങാനും ഉണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. പൊന്നാര ബിയാത്തോ, പൈസ ഈ കത്തിനുള്ളിട്ടൊന്നും ആരും അയക്കൂല. അത് വേറെ രീതിയിൽ അയക്കൽ അല്ല. പിന്നെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇജ ആ കത്ത് അങ്ങോട്ട് ഓൾക്ക് കൊടുത്താളോ? അത് ഓൾക്കുള്ള കത്തിക്കാരോ? ഓല കത്തിൽ പല കിന്നാരം പറച്ചിലും എന്തൊക്കെ ഉണ്ടോ? അതൊക്കെ ഇജ് വായിക്കാൻ പാടുണ്ടോ? എൻ്റെ മോനെ അയച്ച കത്ത് ഞാൻ വായിച്ചിട്ട് ഓൾക്കണ്ട് കൊടുക്കും. മനസ്സിലായല്ലോ? ആ, എന്നാൽ റസിയ വിതുമ്പി. അല്ലാ പഠിച്ചോനെ, എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കത്ത് എഴുതിയപ്പോഴും ശരിക്കും വായിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ. എന്താ റബ്ബേ എൻ്റെ അവസ്ഥ? പോയിട്ട് 2 കുറി അയച്ചിട്ടുള്ളൂ. അതൊന്ന് മനസ്സമാധാനത്തോടു കൂടി കാത്തിരിക്കുകയായിരിക്കും ഓരോ കത്തിനും. ഓരോ കത്ത് വരിക എന്ന് വെച്ചാൽ അതെ, എത്ര ദിവസം കാത്തിരിക്കണം അടുത്ത കത്ത് കിട്ടുവോളം. അത് വീണ്ടും വായിച്ച് 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 മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം കണ്ടെത്തും. ഇക്കയുടെ കൂടെ കൂടുതൽ ജീവിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്താ ചെയ്യാം? കടം വീട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ബാപ്പാനോട് സ്ത്രീധന പൈസ അവർ ചോദിച്ചിരുന്നു. പൊന്നും പണ്ടൊക്കെ അവിടുന്ന് ഇവിടുന്നും കടം വാങ്ങി എൻ്റെ ഉപ്പ വാങ്ങി തന്നിട്ടാണ്. പക്ഷേ അതൊന്നും മുഴുവനായിട്ടില്ല. ഓൾക്ക് അതൊക്കെ കിട്ടിയിട്ട് വേണമല്ലോ ഓല കടം വീട്ടാൻ. അതിൻ്റെ ദേഷ്യമാണ് മുപ്പത്തിയാർക്ക്. എന്താടി കിടന്ന് മോങ്ങണയ്യേ? ഉമ്മ, ആ കത്ത് അതെനിക്ക് തന്നേക്ക്. എനിക്ക് വേണ്ടി എൻ്റെ അനീഫ് എഴുതിയ കത്ത് ഞാൻ ഫസ്റ്റ് വായിച്ച് തനക്കാണ് തരും. മനസ്സിലായല്ലോ? പിന്നെ അന്നപ്പം ഇവിടെ വല്ലാതെ പൂവിട്ട് പൂജിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പണ്ടും പൈസയും കറക്റ്റ് ഇവിടെ തന്നിക്കണമെങ്കിലേ എൻ്റെ കുട്ടിക്കിന്ന് ഗൾഫിൽ പോയി കഷ്ടപ്പെടേണ്ട അവസ്ഥ വരൂലായിരുന്നു. കടങ്ങളൊക്കെ അതുകൊണ്ട് വീട്ടായിരുന്നു. അതിന് എൻ്റെ ആ എരപ്പൻ തന്ത എന്താ തന്നത്? അതെ, എനിക്ക് അറിയായിട്ടൊന്നല്ല. ഞാൻ വേണ്ട വിചാരിച്ച് നിൽക്കുകയാണ്. അതെ, റസിയയുടെ ജീവിതം അത് വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലാണ്.
ഭർത്താവ് ഹനീഫ. അത് ബിയാത്തുവിൻ്റെ ആങ്ങളയുടെ മകൾ ആരിഫയുമായി കല്യാണം കഴിക്കണമെന്നായിരുന്നു ഉമ്മയുടെ ആഗ്രഹം. പക്ഷേ ഹനീഫക്കത് തീരെ പറ്റിയില്ല. ഉമ്മ, കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അതൊക്കെ വലിയ പ്രശ്നത്തിലാവും. ഉമ്മ, ഞാൻ ഒരു കാര്യം പറ, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമുണ്ട്. എന്താണ് ഈ പറയണത്? ആരിഷ്ടമുണ്ടെന്ന് ഈ പറയണത്? അത് ഉമ്മ, അത് ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തയ്യൽ കടയുണ്ട്. അവിടെ ഉണ്ട് ഒരു പെണ്ണ്. ആ പെണ്ണ് കാണാൻ മൊഞ്ചത്തിയാണ്. എടാ, ഇജ് അങ്ങനെ ഇങ്ങനെയും ഒന്നും ഉള്ള പെണ്ണുങ്ങളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരുന്നിട്ടോ. പിന്നെ നല്ല പണവും പ്രതാപമുള്ള എൻ്റെ ആങ്ങളുടെ മോളുണ്ട് ആരിഫ. ഓളെ കെട്ടിയാൽ മതിയേ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നേ വേണ്ട. എന്നാൽ ആരിഫയുടെ സ്വഭാവം ഒരിക്കലും ഹനീഫക്ക് ഇഷ്ടമല്ലായിരുന്നു. അതായത് അവളുടെ കൊഞ്ചി കൊണ്ടുള്ള സ്വഭാവവും ആ നോട്ടവും ആ കാട്ടിക്കൂട്ടലും ഇടയ്ക്കിടയ്ക്ക് തറവാട്ടിലേക്ക് അമ്മായിയുടെ അടുത്തേക്ക് വരവും എല്ലാം കൂടി സത്യം പറഞ്ഞാൽ ഹനീഫക്ക് അത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഹനീഫ വിവാഹത്തിന് മുമ്പ് പലപ്പോഴും വീട്ടിലായിരുന്നപ്പോൾ അതാ അവൾ ഓടിയെത്തും. ആരിഫ, ഹനിക്കാക്ക, ആ പിന്നെ എന്താ, ഇന്നെന്താ ഓഫീസും ഒന്നും ഇല്ലേ? ഇല്ല, എന്നിപ്പോൾ അത് ശരിയാവോ? ഇന്ന് ഞായറാണ്. ഓ, എന്നാലും എൻ്റെ ഹനീഫക്ക, നിങ്ങളെ കാണാൻ വല്ലാത്ത മൊഞ്ചാണ് കേട്ടോ. ആരിഫ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിൻ്റെ ഇക്കാക്കിയാണ്, നിൻ്റെ ആങ്ങളുടെ സ്ഥാനത്താണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഞമ്മക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞമ്മക്ക് നിങ്ങളങ്ങോട്ട് കെട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്ന് പോടി ആരിഫ, ജോരൊന്നും പറയാതെ. ഈ എൻ്റെ പെങ്ങളെ സ്ഥാനത്ത് ഞാൻ എന്നെ കാണുന്നത്, അല്ലാതെ ഒരിക്കൽ പോലും. എന്നാൽ ബിയ്യാത്തും അങ്ങോട്ടത് കണ്ടുകൊണ്ട് വന്നു. എടി, അവൻ അതല്ല അതിനപ്പുറമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ആരിഫയെ ഉമ്മ ഒറ്റയ്ക്ക് വിളിച്ചു. ആരിഫ, ഇവിടെ വന്നാ. എൻ്റെ അമ്മായി നല്ലോണം ഓനോട് പോയി കൊഞ്ചി കഴിഞ്ഞു. അന്നെ തന്നെ കെട്ടിക്കണം എനിക്ക് വാശിയോ ഓനെക്കൊണ്ട്. എന്നെ ഓനെ കല്യാണം കഴിക്കണം. പക്ഷേ ഓൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറൊരു പെണ്ണുണ്ട്. എനിക്കറിയോ റസിയാൻ? എനിക്കറിയോ? റസിയ എന്നാ പറഞ്ഞത്. തയ്യൽ കടയിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞത്. ആ റസിയയോ? എൻ്റെ പൊന്നാര അമ്മായി, ആ റസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്. ഭയങ്കര പട്ടിണിയും തീരെ സാമ്പത്തികം ഇല്ലാത്ത ആളുകളാണ്. എങ്ങനെയൊക്കെ ജീവിതം തള്ളിക്കൊണ്ടുപോയ വയസ്സായൊരു ബാപ്പയുണ്ട്, വീട്ടുകാരുണ്ട്. ആകെപ്പാടൊരു കഥ ഓളെ ജീവിതം. ഓളിങ്ങനെ ഈ തുന്നലും അതും ഇതൊക്കെ ആയിട്ട് പോയിട്ടാണ് കുറച്ചെങ്കിലും ഓൾക്ക്. അയാൾക്കാണെങ്കിൽ സുഖമില്ല. അയാളുടെ മോളെയാണോ ഇപ്പോൾ അനീഫൊക്കെ കല്യാണം കഴിക്കാൻ പോണത്? പിന്നെ കുടുംബം കുളം തോണ്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോളെ ആരിഫ, ഈ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ ഓൻ്റെ അടുത്തേക്ക് ചെല്ല് നല്ലോണം കൊഞ്ചി കഴിഞ്ഞോ ഓനോട് പോയി കണ്ട്. ഹനീഫക്ക, എന്താടി നിനക്കെന്താ ഇന്ന് എങ്ങോട്ട് പോകാമെന്നല്ലേ? എൻ്റെ ഹനീഫക്ക, എനിക്ക് നിങ്ങളുടെ ഷോപ്പിലൊരു ജോലി തരുമോ? നിങ്ങൾ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയോ? എന്ത് ജോലി നിനക്ക് വേണ്ടത്? എനിക്ക് എന്തെങ്കിലും എഴുതി കുത്തുന്ന ജോലിയോ എന്തെങ്കിലുമൊക്കെ തരീന്നേ. ഞാനെന്തായാലും ഇത്ര പഠിച്ചതല്ലേ. ജോലി അവർ വേറെ എവിടെയെങ്കിലും ആക്കിത്തരാം. വേണ്ടന്നേ, നിങ്ങൾ ഓഫീസിൽ എനിക്കൊരു ജോലി മതി. എന്താ പെണ്ണ് ഈ പറയണത്? ഓഫീസിൽ ജോലിയോ? അതൊന്നും ഇല്ല. അപ്പോൾ അവിടെ സ്റ്റാഫ് ഫുള്ളാണ്. പിന്നെ അപ്പുറത്ത് ആ ടൈലർ ഷോപ്പിലുള്ള ആ പെണ്ണിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ജോലി ഇനി കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം വളരെയധികം ചില സമയങ്ങളിൽ തുന്നലൊന്നും നടക്കണില്ല എന്ന് പറയുമ്പോഴേ ആ ഓഫീസിലെ ജോലി അവരുടെ വാപ്പയും വന്ന് ചോദിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ. അനീഫക്ക, അല്ലെങ്കിൽ നമ്മളെക്കാളും ഇഷ്ടം നിങ്ങൾക്ക് ഓളയാണല്ലോ. ഒരു ഇഷ്ടമില്ല. അതെ, ഒരാൾ ജോലി ചോദിച്ചു, ഞാൻ കൊടുക്കുന്നു. അല്ലാതെ അതിനപ്പുറത്തായിട്ട് പിന്നെ ഓഫീസിലെ ഫയൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, പിന്നെ അതിൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ 2 പേർക്കുള്ള ജോലിയൊന്നും അവിടെ ഇല്ല. ആയിക്കോട്ടെ, അനീഫക്ക് എന്നോട് മിണ്ടൂലല്ലോ. അല്ലെങ്കിലും സ്വന്തം ആങ്ങളുടെ അമ്മാവൻ്റെ മക്കളൊന്നും ആർക്കും കണ്ടുകൂടാ. പുറമക്കാർക്ക് അനീഫക്ക് ജോലി കൊടുക്കുള്ളൂ അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ നീയും വന്നോ. പക്ഷെ അതിന് മാത്രം അവിടെ ജോലിയില്ല. ഇപ്പോൾ അവിടെ ചെയ്യുവാനുള്ള ജോലി റസിയക്കുള്ളതേ ഉള്ളൂ. ശരിക്കും അതാ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത്. അമ്മായി പറഞ്ഞ് കേട്ടില്ലേ? മറ്റുള്ള ജോലിക്ക് എടുത്തിട്ടുണ്ട് അവിടെ. അവൾക്ക് അവിടെ തുന്നൽ കുറവാണ്, വരുമാനം കുറവാണ്, ജീവിത സാഹചര്യം ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ആ ബാപ്പ വന്നിട്ട് അനീഫക്കാൻ്റെ കാല് പിടിച്ചിട്ടാണ് ജോലി വാങ്ങിക്കൊടുത്തത്. അമ്മായി, ഓളെക്കാളും പഠിപ്പും വിദ്യാഭ്യാസം എനിക്കല്ലേ? അപ്പോൾ എനിക്കല്ലേ പെട്ടെന്ന് ജോലി കിട്ടേണ്ടത്? ഇജ് പറ പെണ്ണേ, ഇയ്യ് പോയിക്കോ. നാളെ മുതൽ ഇയ്യും ആ ഷോപ്പിക്ക് പോയിക്കോ.
അങ്ങനെ അതാ പിറ്റേ ദിവസം അതാ റസിയ പതിവ് പോലെ ആ ഒരു തുന്നൽ കടയിലേക്ക് ചെന്നിരിക്കുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ആളുകളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് കൊണ്ടോ എന്തോ എന്നറിയില്ല, ഒന്നും തുന്നാൻ പഴയ പോലെ കിട്ടുന്നുമില്ല. എന്നാൽ അത് ഒരു നിമിഷം അത് നമ്മുടെ ഹനീഫ കാണുന്നു. ഹനീഫ അത് കണ്ടു. റസിയ, നീ എന്താ? ഞാൻ നിനക്ക് ഇവിടെ ഒരു ജോലി സെറ്റാക്കിയിരുന്നല്ലോ. നിന്റെ ബാപ്പ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങോട്ട് വരാത്തത്? അതെ അതിക്ക, ഞാൻ എന്നോട് ആരിഫ് പറഞ്ഞു ഹനീഫ് ഖാൻ്റെ ഷോപ്പിലേക്ക് ജോലിക്ക് നീ പോവരുത്, പകരം ഞാൻ പോകുകയാണെന്നുള്ളത്. ഓ അങ്ങനെ, അവളാണല്ലോ നിന്നെ പറഞ്ഞു മുടക്കിയത്? റസിയ പോര്, നിനക്കുള്ള ജോലിയൊക്കെ അവിടെയുണ്ട്. പിന്നെ ആ ഫയൽസൊക്കെ ഒന്ന് ക്ലിയറാക്കി നല്ല രീതിയിൽ വെക്കുക. അതുപോലെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അലങ്കോലമായി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി അടുക്കി അതിൻ്റെ നമ്പറിനനുസരിച്ച് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിനക്കുള്ളത് കേട്ടോ. എനിക്കിത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം അടക്കി ഒതുക്കി വെക്കാനും ഒന്നും കഴിയില്ല. ഞാൻ വന്നാൽ എന്താ? വന്നോളൂ, നിനക്കുള്ള സാലറി ഞാൻ തരാം കേട്ടോ. നീ ഇന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോഴേക്കും നിനക്കുള്ള എല്ലാ സാലറികളും ഞാൻ കറക്റ്റായിട്ട് തന്നിരിക്കും, മനസ്സിലായല്ലോ? അങ്ങനെ അതാ റസിയ ആ ഷോപ്പിലേക്ക് എത്തുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അതാ ആരിഫയും വന്നു. റസിയയെ കണ്ടതും ആരിഫ ദേഷ്യത്തോടെ അവളെ നോക്കി. റസിയ, നിന്നോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് നീ വന്നോ? എന്നാൽ പെട്ടെന്ന് ഹനീഫ, എന്താ? ഞാൻ അവളെയാണല്ലോ വിളിച്ചത്, ഞാൻ ആരിഫയല്ലേ വിളിച്ചത്, ഞാൻ റസിയാണ് വിളിച്ചത്. അവൾ ഇവിടെ വരുന്നു, ജോലിയിൽ ജോയിൻ ആവുകയും ചെയ്തു. എന്താ ആരിഫക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ പൊന്നാരിക്ക, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മളൊക്കെ മറന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാലേ കുടുംബം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരിഫ, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിനക്കും ഞാനിവിടെ ജോലി തരാം, നോ പ്രോബ്ലം. നീ പ്രശ്നമുണ്ടാക്കരുത്. നീ ഇനി എൻ്റെ ഉമ്മയോടൊന്നും പറഞ്ഞത് പ്രശ്നമാക്കരുത്. ഞാൻ പറയുന്നില്ലേ. അങ്ങനെ അതാ അവർ രണ്ടുപേരും അവിടെ ജോലിക്ക് നിൽക്കുവാൻ തുടങ്ങി. അല്ലെങ്കിൽ പഴയ ജോലിക്കാരി അത് കുറച്ച് ദിവസം സുഖമില്ലാത്തതിൻ്റെ പേരിൽ ലീവ് എടുത്തിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടി ബുദ്ധിമുട്ടായിട്ടാണ് ഹനീഫ അങ്ങനെ ഒരു തീരുമാനം വെച്ചത്. രണ്ടുപേരും അതാ ഓരോ ജോലികളിലായിട്ട് ഏർപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും അതാ ആരിഫ നോക്കുന്നത് റസി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇടയ്ക്കിടെ നമ്മുടെ ഹനീഫയുടെ ശ്രദ്ധ റസിയയിൽ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതായത് മറ്റൊന്നുമല്ല, റസിയ എന്തെങ്കിലും ചെയ്യുമ്പോഴും ചോദിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ. എന്നാൽ ആരിഫക്ക് തീരെ ഇഷ്ടമല്ല. ഹനീഫക്ക് എപ്പോഴും ഓളോടൊരു ഇഷ്ടമാണ്, ഓളൊരു മുഹബത്താണ്, എന്തെന്നറിയില്ല. അല്ല ഹനീഫക്ക, ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടി? അതായത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, റസിയയോട് നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു അടുപ്പുണ്ടോ? എന്താ പെണ്ണ നീ പറയുന്നു? നീ എൻ്റെ പെങ്ങളാണ്, അവളൊരു പുറത്ത് ജോലിക്കാരിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ അവരോട് സഹകരിക്കണ്ടേ? എൻ്റെ പെങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യപ്പെടാം, എനിക്ക് അവരോട് എന്തും പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇക്ക, എന്താടി? ഞങ്ങളെ ഒരു ആങ്ങളുടെ സ്ഥാനത്തൊന്നും എനിക്ക് കാണാൻ കഴിയൂല. അതെന്താ? അതങ്ങനെയാണ്. പിന്നെന്താ, നീയും ഞാനും ആങ്ങളെയും പെങ്ങളും മക്കളാണ്, അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ അന്യരല്ല. ഇക്ക, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ? അതെ, ആരിഫയുടെ വാക്കുകൾ, ആ ഒരു ഭാവം കണ്ടപ്പോഴേ അവൻ ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യമൊക്കെ പിന്നെ പറയാം, നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യേ. ശരിക്കും അതാ ആരിഫയെ ഹനീഫ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. എന്നാൽ റസിയ വളരെയധികം നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. കാരണം ബാപ്പയുടെ മരുന്ന് എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവൾക്ക് ടെൻഷനാണ്. സുഖമില്ലാത്ത ബാപ്പ, ഉമ്മ, വീട്ടുകാർ, അതൊക്കെ അവളുടെ താഴെയുള്ള കൂടപ്പിറപ്പുകൾ, അവരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ശരിക്കും അവൾക്ക് വളരെയധികം വിഷമകരമായ അവസ്ഥയാണ്. അങ്ങനെയാണ് തയ്യൽ ജോലി നിന്നപ്പോൾ ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ആ പിതാവ് കരഞ്ഞു പറഞ്ഞപ്പോൾ അവൾക്ക് അവിടെ സ്ഥാനം കിട്ടിയതും. എന്നാൽ റസിയ ആ ഷോപ്പിൽ ഉള്ളത് ആരിഫക്ക് ഒട്ടും ഇഷ്ടമല്ല. റസിയെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആരിഫയുടെ ചിന്തകൾ. ആരിഫ തരികിടയാണ്, അവൾ അങ്ങനെ പണിയൊന്നും ജോലിയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ റസിയാണെങ്കിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. അന്ന് വൈകുന്നേരമായപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ അതാ ജോലി നിർത്തുവാൻ വേണ്ടി ഹനീഫ ആവശ്യപ്പെടുകയാണ്. റസിയ, മതി, ഇന്നത്തെ സമയം കഴിഞ്ഞു, 5 മണിയായി, ഇനി മതി, ഇനി നാളെ തുടരാം. ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ ആ ഒരു ക്യാഷ് അയാൾ നീട്ടുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അതെ, ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് തുന്നിയാലും പോലും ഇത്ര ക്യാഷ് എനിക്ക് കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ വീട്ടിലെ ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഇല്ലാതാക്കുവാൻ
തനിക്ക് തന്നെ കൊണ്ട് കഴിയും. എൻ്റെ ബാപ്പയുടെ മരുന്ന്, കുട്ടികളുടെ പഠനം എല്ലാം കൂടി ആകുമ്പോഴേ എനിക്കിത് കൊണ്ട് തികയും എന്നവൾക്ക് മനസ്സിൽ സന്തോഷം തോന്നി. പഠിച്ചോനെ അല്ലാ, എന്നും ഇത് നിലനിന്നിരുന്നെങ്കിൽ എന്നവൾ ആലോചിക്കുകയാണ്. സന്തോഷത്തോടു കൂടി അവൾ ആ പണവുമായി കരഞ്ഞുകൊണ്ടാണ് അവളത് വാങ്ങുന്നത്. റസി എന്തിനു കരയുന്നത്? ഒന്നുമില്ല, ഇത് ഈ രൂപ കൊണ്ട് എനിക്ക് സാരമില്ല, നീ പോയിക്കോ. അങ്ങനെ അത് കൃത്യം 5 മണിയായപ്പോൾ ജോലി മതിയാക്കിപ്പിച്ച് ഹനീഫ് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അതാ പിതാവിൻ്റെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ, എൻ്റെ കുട്ടിക്ക് ഇത്രയും രൂപ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അതെ ബാപ്പ, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ല രീതിയിൽ എനിക്ക് കൂലി തന്നു. എന്നാൽ ഈ സമയം അതാ ഹനീഫ ആരിഫക്കും അതേ കൂലി തന്നെ കൊടുത്തു. എന്നാൽ ആരിഫക്ക് അത് മതിയായില്ല. അല്ലേക്ക, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? എന്താ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ ആങ്ങളുടെ മോളാണ്. അവളാണെങ്കിലോ വെറും ഒരു ജോലിക്കാരി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഹനീഫ്ക്ക് കൊടുത്ത പൈസ അവൾക്ക് എനിക്കും ഒരേ തുല്യമാണല്ലോ. പക്ഷേ ഞാൻ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സ്വന്തം ചോരയും കൂടി ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു തുക പറ്റില്ല. എനിക്ക് കുറച്ചുകൂടി കൂട്ടിത്തരണം. അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ആരിഫ, എനിക്ക് നീയും അവൾ ഒരുപോലെ തന്നെയാണ്. നീ എൻ്റെ ചോരയെന്നോ കുടുംബമെന്നോ എന്നുള്ള രീതിയിലല്ല. നിങ്ങൾ 2 പേരും ഇവിടുത്തെ ജോലിക്കാരാണ്. നിങ്ങൾ 2 പേരും ഒരേ ജോലികളാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവൾ ചെയ്തതിൻ്റെ ഒരു 1/4 ഭാഗം ജോലി നീ ചെയ്തിട്ടില്ല. ഒന്ന് നോക്കിക്കേ. അവൾ ചെയ്ത ആ ഭാഗം എത്രമാത്രം ക്ലിയറാണ്. ആ ഒരു ഫയൽസും ആ ഒരു ബുക്സും എല്ലാം അടുക്കി എല്ലാം ഓരോന്നായിട്ട് ചെയ്ത് കറക്റ്റ് രീതിയിലാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ നീ നോക്ക്, ആകപ്പാട് നിൻ്റെ ശ്രദ്ധ എന്തിലായിരുന്നു? ഇടയ്ക്കിടെ എൻ്റെ അടുത്തേക്ക് ഓടി വരും, ഓരോന്ന് പറയും. അതുകൊണ്ട് നിനക്ക് ഇതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ അനീതി കാണിക്കുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾക്ക് 2 പേർക്കും ഒരേ രൂപയാണ് ഞാൻ തന്നത്. അതുകൊണ്ട് നിനക്കിതുകൊണ്ട് പോകാം. അല്ലെങ്കിലും നമ്മളോട് അങ്ങനത്തൊന്നുമില്ല. റസിയോട് വലിയതാണ്. റസിയക്കും നിനക്കും ഒരേ തുകയാണ് എൻ്റെ പൊന്നു ആരിഫ ഞാൻ നൽകിയത്. നിനക്ക് പോകാം. ദേഷ്യത്തോടെ അവളതാ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അവളുടെ ബാപ്പ പറഞ്ഞു, എന്താ മോളെ എൻ്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല ബാപ്പാൻ്റെ പെങ്ങളെ മോനെ, എന്നോട് വലിയൊരിതൊന്നുമില്ല, പുറമക്കാരോടാണ് വലിയത്. അതിനെന്താടി, ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും തുല്യ തുക തന്നെയല്ലേ നൽകേണ്ടത്? തുല്യ തുക എന്താന്നല്ലേ? ഇതിപ്പോൾ ഞാനിപ്പോൾ സ്വന്തം കുടുംബക്കാരത്തിയാണ്, ഓള് പുറമക്കാരത്തിയും. എന്നിട്ട് ഓൾക്ക് കൂടുതൽ കൊടുത്തോ? കൂടുതൽ കൊടുത്തിക്കെന്ന് തോന്നുന്നുണ്ട്. അത് സാരല്ല, അല്ലെങ്കിലും കുടുംബക്കാരാകുമ്പോൾ കുറച്ച് തന്നാൽ പോരെ എന്ന് വിചാരിച്ചതായിരിക്കും. എന്നാൽ ആ ആരിഫ ശരിക്കും നുണ തട്ടിവിടുകയായിരുന്നു. ഉപ്പാൻ്റെ പെങ്ങളെ മോൻക്ക് എന്നോടിപ്പോൾ തീരെ സ്നേഹമില്ലാത്ത പോലെയാണ്. എടി പെണ്ണെ, ഓഫീസും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേ അതങ്ങനെയൊക്കെ ഉണ്ടാകും. വീട്ടിലത്തെ സൗഹൃദം പോലെ ആയിരിക്കും. ഓഫീസിൽ തിരക്കും കാര്യങ്ങളിൽ എത്ര പണിക്കാരുണ്ട്, അവരൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ? എന്നാലും ആ നല്ലൊരു ഷോപ്പിൽ അല്ലെങ്കിൽ ആ നല്ലൊരു ഓഫീസിൽ നിനക്ക് ജോലി കിട്ടിയതും വലിയൊരു കാര്യം തന്നെയല്ലേ? എന്നാൽ ഇത്ര തുക തന്നല്ലേ ഓനെ, ഇത് മതി ഞമ്മക്ക്. ശരിക്കും അവളുടെ പിതാവ് അവളെ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. എന്നാൽ റസിയുടെ വീട്ടിൽ വല്ലാത്ത സന്തോഷമായിരുന്നു ആ ഒരു തുക കിട്ടിയപ്പോൾ. അങ്ങനെയത് പിറ്റേ ദിവസവും അവൾ പതിവ് പോലെ ജോലിക്ക് കൃത്യസമയത്ത് വന്നു ചേർന്നു. ആരിഫ് ഇതുവരെ എത്തിയിട്ടില്ല. അവൾ പഴയ പോലെ തന്നെ അവളുടെ ജോലികളിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. എന്താണെന്നറിയില്ല, റസിയെ കാണുമ്പോഴേ നമ്മുടെ ഹനീഫാക്ക് അവളുടെ ആ ഒരു ലാളിത്യവും ആ ഒരു എളിമയും ആ ഒരു സൽസ്വഭാവവും അവളുടെ നാണവും ലജ്ജയും എല്ലാം കണ്ട് അത് എന്തെന്നില്ല തൻ്റെ മനസ്സിലേക്ക് പറ്റിയ പെണ്ണ്, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച പെണ്ണ് ഇതാണെന്ന് അവനക്ക് തോന്നിപ്പോവുകയായിരുന്നു. അതെ, ഉമ്മയോടൊന്ന് പറഞ്ഞു നോക്കണം ഇങ്ങനൊരു കല്യാണത്തെക്കുറിച്ച്. എൻ്റെ മനസ്സിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണ് ആ പെണ്ണിനെ. ഓളോടൊന്ന് സമ്മതം ചോദിച്ചു നോക്കണം ഇൻഷാ അല്ലാ. റസിയുടെ വിവാഹാലോചനയാണ് ഇനി അടുത്തത്. അതെ, ഹനീഫക്ക് റസിയോടൊരു ഇഷ്ടം തോന്നുന്നു. കാര്യം മറ്റൊന്നുമല്ല, അവളുടെ ആ വിനയവും അവളുടെ ലാളിത്യവും ലജ്ജയും എല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ഇങ്ങനെ അടക്കും ഒതുക്കുള്ളൊരു പെൺകുട്ടിയെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് എനിക്ക് കിട്ടേണ്ടതും. തൻ്റെ ആഗ്രഹം അതാ ഉമ്മയോട്
പറയുവാൻ വേണ്ടി അന്ന് ഉമ്മയുടെ അരികിലേക്ക് അവൻ എത്തുന്നു. ഉമ്മ, എന്താടാ? അത് എനിക്കൊരു കാര്യം പറയണ്ട്. എന്താടാ പറയ്. അത് അതെ, ഉമ്മയോട് പറയാൻ അല്പം ഭയവുമുണ്ട്. കാരണം ഉമ്മ എന്ന് വെച്ചാൽ കുറച്ച് ഒരു കടുംപിടുത്തക്കാരിയാണ്. ഉമ്മയെക്കുറിച്ച് കൂടുതലൊന്നും നല്ലത് പറയാൻ ഹനീഫയ്ക്കില്ലായിരുന്നു. എപ്പോഴും ഒരു സൈസ് മറ്റു രീതിയിലുള്ള സ്വഭാവമായിരുന്നു. ഇനി ഈ വിവാഹത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഉമ്മ അതിന് സമ്മതിക്കുമോ ഇല്ലയോ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരു പുതിയ കഥയുടെ തുടക്കമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് വേറൊരു കഥ ഉണ്ടായിരുന്നല്ലോ, റസിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു കഥ. അത് പിന്നെ കുറച്ചും കൂടെ ഇതൊക്കെ ആയിട്ട് അത് ഞാൻ വല്ലാതെ പിന്നെ പറഞ്ഞിട്ടില്ല. പലർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കി. ഇത് ഒരു കുടുംബജീവിത കഥയാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.